കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം നേതൃയോഗം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് ആദ്യവാരം പ്രതിഷേധ സൂചകമായി ഓണാട്ടുകര വികസന ഏജൻസിയിലേക്ക് മാർച്ചും ധർണയും നടത്താൻ യോഗം തീരുമാനിച്ചു. കർഷക കോൺഗ്രസ് കായംകുളം നിയോജക മണ്ഡലം നേതൃയോഗം സംഘടിപ്പിച്ചു. നേതൃയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ചിറപ്പുറത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു. ഓണാട്ടുകര മേഖലയിലെ കർഷകർക്ക് വേണ്ടി ഓണാട്ടുകരക്കാരനും ആലപ്പുഴ ജില്ലയുടെ പ്രതിനിധിയുമായ കൃഷിമന്ത്രി യാതൊന്നും ചെയ്യുന്നില്ല എന്ന് ചിറപ്പുറത്ത് മുരളി ആരോപിച്ചു. നമ്മുടെ കാർഷിക മേഖലയിലെ ഇന്നത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സവിസ്തരമായി വിലയിരുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നടത്തിവരുന്ന സമരപരിപാടികൾക്ക് വീണ്ടും ഒരു ഊർജം പകരുവാൻ വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തത്. നമുക്കറിയാം, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ ദേശീയ തലത്തിൽ ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കർഷക വിരുദ്ധ ഗവൺമെൻറ് എന്ന് ലോകം അറിയപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ കർഷക വിരുദ്ധ ഗവൺമെൻറ്റായി മാറുകയും കർഷകർക്കെതിരായുള്ള എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് പകരം അത് അവഗണിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ലോകത്തൊരു രാജ്യത്തുമില്ലാത്ത രീതിയിൽ ലക്ഷക്കണക്കിന് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ കർഷക മാർച്ച്, ഐതിഹാസികമായ ആ മാർച്ച് ഒട്ടേറെ കർഷകരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ആ BJP ഗവൺമെൻറ് എടുത്ത തീരുമാനം പിൻവലിപ്പിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സമരം കർഷക സമരം മാത്രമായിരുന്നു. ആ കർഷക വിരുദ്ധ സമീപനം കേന്ദ്രത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സ്ഥിതി എന്താ? കേരളത്തിൻ്റെ സ്ഥിതി ഓണാട്ടുകരുടെ പ്രിയപ്പെട്ട പുത്രനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് CPIയുടെ നേതാവ് CP പ്രസാദ് ഓണാട്ടുകരുടെ ഒരു പുത്രനാണ് എന്നാണ് അവർ അവകാശവാദം പറയുന്നത്. ഓണാട്ടുകരയിലെ 55 പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്തിലെ അംഗമായ ശ്രീ പ്രസാദ് ഈ ഓണാട്ടുകര മേഖല കഴിഞ്ഞ 3 വർഷക്കാലമായി കേരളത്തിൻ്റെ കൃഷിമന്ത്രിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഒരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആലപ്പുഴ ജില്ലയിൽ, അതുപോലെ തന്നെ അദ്ദേഹം ആ ജില്ലയിൽ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നെല്ലറയായ കുട്ടനാട്ടിൽ, ആ കുട്ടനാട്ടിലെ നെൽകർഷകരെ സംരക്ഷിക്കുവാനും അവർക്ക് യഥാസമയം വിത്തും വളവും അതുപോലെ തന്നെ എടുക്കുന്ന നെല്ലിൻ്റെ വിലയും കൊടുക്കുവാൻ കഴിയാത്ത ദയനീയമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ ആലപ്പുഴ ജില്ലയിൽ നിലനിൽക്കുന്നു. ആഗസ്റ്റ് ആദ്യവാരം പ്രതിഷേധ സൂചകമായി ഓണാട്ടുകര വികസന ഏജൻസിയിലേക്ക് കർഷക കോൺഗ്രസ് മാർച്ചും ധർണയും നടത്തുവാൻ യോഗം തീരുമാനിച്ചു. കായംകുളം നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് വയലിൽ സന്തോഷ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി കട്ടച്ചിറ താഹ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N പ്രഹ്ലാദൻ, കോശി കെ ഡാനിയൽ, S കബീർ, രാജേഷ് കുമാർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, മണ്ഡലം പ്രസിഡന്റുമാരായ P രാജേന്ദ്രക്കുറുപ്പ്, K പ്രസന്നൻപിള്ള, സുനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ കട്ടച്ചിറ, രാജൻ പിള്ള, റഷീദ്, ഓമനക്കുട്ടൻ, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.